Hi friends, welcome back. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഉന്നക്കായിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതെങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ പഴം പുഴുങ്ങിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് തിളച്ച വെള്ളത്തിലേക്ക് പഴം ഇട്ടിട്ടൊന്ന് പുഴുങ്ങിയെടുക്കുക. ഇവിടെ ഞാൻ കുറച്ച് പഴുപ്പ് കൂടിയ പഴമാണ് എടുത്തിട്ടുള്ളത്. നോർമലി ഉന്നക്കായ്ക്ക് പഴുപ്പ് കുറഞ്ഞ പഴമാണ് വേണ്ടത്. അപ്പോൾ പഴം പുഴുങ്ങുന്ന കൂട്ടത്തിൽ ഒരു ചെറിയ പീസ് ചെറുനാരങ്ങ ഇട്ടാൽ പാത്രത്തിൻ്റെ കളർ മാറില്ല കേട്ടോ. മുട്ടയൊക്കെ പുഴുങ്ങുമ്പോൾ അതേപോലെ ചെയ്താൽ മതി. പിന്നെ അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വെള്ളം കളഞ്ഞ ശേഷം തോല് മാറ്റി കൊടുക്കുക. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ആ കറുപ്പ് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക. ഞാനിവിടെ ഒഴിവാക്കാതെയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇവിടെ പഴുപ്പ് കൂടിയ പഴമായതുകൊണ്ട് ഞാൻ നല്ല പേസ്റ്റാക്കി അരച്ചിട്ടില്ല. കുറച്ചതിൽ ചങ്ക്സ് കിടക്കണുണ്ടായിരുന്നു. പഴുപ്പ് കുറഞ്ഞ പഴമാണെങ്കിൽ നല്ല സ്മൂത്താക്കിയിട്ട് അരച്ചെടുക്കണം. കൈകൊണ്ട് കുഴച്ചിട്ട് ചെയ്താലും മതി. പിന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തെടുക്കുക. പിന്നെ അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക. ഒരു 3-3.5 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര, കുറച്ച് ഏലക്കാപ്പൊടി കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി തേങ്ങയൊക്കെ സൈഡിലേക്ക് മാറ്റിയിട്ട് നടുവിൽ ഒരു മുട്ട ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മുട്ട വേണ്ടാന്നുണ്ടെങ്കിൽ തേങ്ങൻ്റെ അളവ് കുറച്ചുകൂടി ഒന്ന് കൂട്ടി കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മുട്ട നന്നായിട്ട് ചിക്കി പൊരിച്ച് കഴിഞ്ഞാൽ പിന്നെ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഈ തേങ്ങൻ്റെ മിക്സ്ചർ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി അരച്ചെടുത്തിട്ടുള്ള പഴം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതിൽ നിന്ന് ഒരു ഉരുള എടുത്തിട്ട് ഒന്ന് കൈ വെച്ച് പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് മിക്സ് വെച്ചിട്ട് 2 സൈഡും ഒന്ന് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് പിന്നെ ആ ഒരു ഷേപ്പാക്കാൻ വേണ്ടി കയ്യിൽ വെച്ചിട്ട് ഇതേ രീതിയിൽ ഇങ്ങനെ ഉരുട്ടി കൊടുത്താൽ മതി. എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ട് ചൂടായ എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കുക. അപ്പം ഓരോ സൈഡ് ആവണതിനനുസരിച്ചിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതായി കഴിഞ്ഞാൽ എണ്ണയിൽ നിന്ന് വറുത്ത് മാറ്റുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് പറയാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.